إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا لهو البلاء المبين وفديناه بذبح عظيم സ്നേഹം ഉള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ ഒരു മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഹജ്ജിൻ്റെ മാസങ്ങളിലൊന്നായ ദുൽഖഅദിൻ്റെ ദിനങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അൽ ഹജ്ജു അഷ്ഹുറും മഅ്ലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ്. അഥവാ ദുൽഹിജ്ജ മാത്രമല്ല, ദുൽഖഅദും ഹജ്ജിൻ്റെ മാസങ്ങളിലാണ് ഖുർആൻ എണ്ണിയിട്ടുള്ളത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ദുൽഹിജ്ജയിലാണ് നടക്കുന്നതെങ്കിലും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നത് ദുൽഖഅദ് മാസത്തിലാണ് എന്നതാണ് അതിൻ്റെ പവിത്രത. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പരിശുദ്ധമായ മക്ക പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. സഹോദരങ്ങളെ, ആ ഒരു ദുൽഹിജ്ജയോടനുബന്ധിച്ച് കടന്നു വരാനിരിക്കുന്ന ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ആരാധനാ കർമ്മമാണ് ഉദ്ഹിയ്യ. ബലിയുടെ പ്രാധാന്യം വിവരിക്കുന്ന ധാരാളം ഖുർആനിക വചനങ്ങളും ഹദീസുകളും നമുക്ക് കാണാം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറ സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം
22-ാമത്തെ സൂറത്തുൽ ഹജ്ജിലെ 36-ാമത്തെ വചനം. ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മം നിശ്ചയിച്ചിരിക്കുന്നു. ലിയദ്കുറ സ്മല്ലാഹ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ ബലികെറുക്കേണ്ടതിന് വേണ്ടിയത്രേ അത്. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈറുൻ, ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. ലക്കും ഫീഹാ ഖൈറുൻ, നിങ്ങൾക്കവയിൽ ഗുണമുണ്ട്. മാത്രവുമല്ല, ബലിയെറുക്കുവാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിലൂടെ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ, നിങ്ങൾ അവന് വേണ്ടി ബലിയെറുക്കുകയും ചെയ്തു കൊള്ളുക എന്നുള്ളത് ഖുർആനിൻ്റെ നിർദ്ദേശമാണ്. സഹോദരങ്ങളെ, മനുഷ്യനോളം പഴക്കമുള്ള ഒരു ആചാരമാണ് ബലി. പ്രാചീന സമൂഹങ്ങളുടെ സംസ്കാരങ്ങളിൽ ബലിയുടെ വിവിധ രൂപങ്ങൾ നമുക്ക് കാണാം. ആദിമ മനുഷ്യരുടെ ബലിയിലേക്ക് വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 3 തരം ബലികളെ സംബന്ധിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ആദം നബി അലൈഹിസ്സലാമയുടെ മക്കൾ ഹാബീലും കാബീലും നടത്തിയ ബലിയെ സംബന്ധിച്ചാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. വതുല അലൈഹിൻ നബഅ ഇബ്ന ആദം ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വല യുതഖബ്ബലു മിനൽ ആഖരി ഖാല അലാ അഖ്തുലന്നക ഖാല ഇന്നഹാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. വതുല അലൈഹിൻ നബഅ ഇബ്ന ആദം ബിൽ ഹഖ്, നബിയെ, നീ അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ വൃത്താന്ത സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക. ഇത് ഖറബാ ഖുർബാനൻ, അവർ ഇരുവരും ഒരു ബലിയർപ്പിച്ച സന്ദർഭം. ഫതുഖബ്ബില മിൻ അഹദിഹിമാ, ആ 2 പേരിൽ ഒരാളുടെ ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചു. വലയുതഖബ്ബലു മിനൽ ആഖരി, മറ്റേവന്റെ ബലികർമ്മം അല്ലാഹു സ്വീകരിച്ചില്ല. കാല, ബലികർമ്മം സ്വീകരിക്കപ്പെടാത്ത മനുഷ്യൻ പറഞ്ഞു, അക്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയും. കാല, ഹാബീലിന്റെ മറുപടി, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന തഖ്വ പാലിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമേ അള്ളാഹു ബലികർമ്മം സ്വീകരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പരാമർശിക്കുന്ന ബലികർമ്മം ആദം നബി അലൈഹിസ്സലാമയുടെ 2 മക്കൾ നടത്തിയ ബലികർമ്മത്തെ സംബന്ധിച്ചാണ്. അവർ 2 പേരും അള്ളാഹുവിന് വേണ്ടി ബലികർമ്മം നടത്തി. പക്ഷേ ഒരാളുടേത് അള്ളാഹു സ്വീകരിച്ചു, മറ്റൊരാളുടേത് അള്ളാഹു സ്വീകരിച്ചില്ല. അങ്ങനെ ലോകത്തെ മനുഷ്യ സന്തതികൾക്കിടയിൽ നടന്ന ആദ്യത്തെ ബലികർമ്മവും അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുണ്ടായ സംഘട്ടനവും ആ കൊലപാതകത്തെ സംബന്ധിച്ചെല്ലാം ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഖുർആൻ ഉദ്ധരിക്കുന്നത് ബനൂ ഇസ്രായേൽ സമൂഹം നടത്തിയ മറ്റൊരു ബലിയുടെ ചരിത്രത്തെ സംബന്ധിച്ചാണ്. ഇളം പ്രായമുള്ള, കൗതുകമുളവാക്കുന്ന, തൊഴിലിന് ഉപയോഗിക്കാത്ത അവികലമായ ഒരു പശുവിനെ അറുക്കാൻ ഇസ്രായേൽ സമൂഹത്തോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അറിയിച്ചു കൊടുക്കുമ്പോൾ രണ്ടാമതായി സൂറത്തുൽ ബഖറയിലെ 67 മുതൽ 73 വരെയുള്ള വചനങ്ങളിൽ ആ ഒരു സംഭവം നമുക്ക് കാണാം. ആ പ്രസ്തുത ബലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർ അവരുടെ ഓരോ ചോദ്യവും മൂസാ നബി അലൈഹിസ്സലാമിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി ലഭിച്ചപ്പോൾ അവർക്ക് നിർബന്ധപൂർവം ബലി നടത്തേണ്ടി വന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിനവർ ഉപയോഗിച്ചതോ ആ നാട്ടിലെ തന്നെ ഏറ്റവും മുന്തിയ ഒരുവിനെയാണ് അവർ ബലിയർപ്പിച്ചത്. പക്ഷേ
ആ ബലിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ മനസ്സില്ലാ മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. അവർ അതിനെ അറുത്ത് കളഞ്ഞു. ഒരിക്കലും അവർ അത് ചെയ്യുമായിരുന്നില്ല. അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ ചോദിച്ച രൂപത്തിലുള്ള ഒരു ബലിമൃഗത്തെ അവർക്ക് കണ്ടുകിട്ടിയെങ്കിലും ആ ബലിമൃഗത്തെ അവർ അറുത്തു. പക്ഷേ അവർ മനസ്സറിഞ്ഞുകൊണ്ടല്ല അറുത്തത്, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ല അവർ അറുത്തത്. വമാകാദു യഫ്അലൂൻ, അവർ ഒരിക്കലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല, മറിച്ചോ അതിനെ അവർ അറുത്തു കളഞ്ഞു എന്ന് വെച്ചാൽ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ് ആ ഒരു ബലിയെ സംബന്ധിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി അള്ളാഹു വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന ബലി, അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വലിയൊരു ബലികർമ്മത്തെ സംബന്ധിച്ച്. ആ ബലി നടന്നിട്ടില്ല എങ്കിലും അത് ബലി എന്നതിൻ്റെ ആത്മാവായി കണക്കാക്കപ്പെടുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമെ ബലി നൽകുവാൻ തയ്യാറായ ആ സംഭവം, അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഉദ്ഹിയ എന്ന് നമുക്കറിയാം. ബാഹ്യമായ കണക്കിൽ ഏറ്റവും നല്ല ഉരുവിനെ തന്നെയാണ് ആദ്യത്തെ രണ്ടുപേരും ബലികർമ്മമായി നടത്തിയത്. പക്ഷെ അതിൻ്റെ പിന്നിലെ ആത്മാവായ തഖ്വ ചോർന്നുപോയി. അതുകൊണ്ട് തന്നെ അവരുടെ ആ ബലികർമ്മം വിഫലമായി. ആത്മാർത്ഥത ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഉരുവിനെ ബലി കഴിച്ചിട്ടും രണ്ട് വിഭാഗത്തിൻ്റെയും ബലി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം പ്രിയപ്പെട്ടവരെ, തികഞ്ഞ സമർപ്പണവും ആത്മാർത്ഥതയുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ബലിയെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത്, ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നത്. അള്ളാഹു നോക്കുന്നത് പ്രവർത്തനങ്ങളുടെ വലിപ്പത്തിലേക്കല്ല. മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥതയിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞത് അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന. ഇവിടെയാണ് ഭയഭക്തി, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് സൂക്ഷ്മത എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സൂരിക്കും വഅംവാലിക്കും വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സൂരിക്കും വഅംവാലിക്കും. അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ധനത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. ഒരു അമല് അത് എത്ര നിസ്സാരമാകട്ടെ, ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള അവൻ്റെ മാനസികമായ അവസ്ഥയിലേക്ക്, അവൻ്റെ മനസ്സിൻ്റെ നീയത്തിലേക്ക്, അത് ചെയ്യുമ്പോഴുള്ള ഇഖ്ലാസിലേക്ക്, ആത്മാർത്ഥതയിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ ചരിത്രമാണ് ദുൽഹിജ്ജയിലെ ബലിയുള്ളത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലെ 100 മുതൽ 112 വരെയുള്ള വചനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ആ ബലിയെ സംബന്ധിച്ചുള്ള ചരിത്രമാണ് വിശദീകരിക്കുന്നത്. ഫലമ്മാ ബലഅ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഇഫ്അലു മാ തുഅമറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഫലമ്മാ ബലഅ മഅഹു സഅയ, എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള ഒരു പ്രായമെത്തിയപ്പോ ആ മോനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, ഖാല യാ ബുനയ്യ, എൻ്റെ കുഞ്ഞു മകനെ,
ഇന്നി യറാഫിൽ മനാം അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, ഇന്നി യറാഫിൽ മനാം, തീർച്ചയായും എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിരിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. അന്നി അദ്ബൗക, നിന്നെ അറുക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന. അന്നി അദ്ബൗക, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നോടുള്ള കൽപ്പന ഞാൻ കണ്ടിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ് മോനെ? ഫൻദുർ മാദാ തറാ, നിന്നെ അറുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായിരിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താ? കാല ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ മറുപടി, യാ അബത്തി, എന്റെ പിതാവേ, ഇഫ്അലു മാ തുഅ്മറു, അള്ളാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താവുന്നതാകുന്നു. അതെ, മഹാനായ ഒരു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചോദ്യവും ആ മകന്റെ ഉത്തരവും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അങ്ങനെ ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്ദിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, അങ്ങനെ അവർ ഇരുവരും കീഴ്പ്പെടുകയും അവനെ നെറ്റിമേൽ ചരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം. ഖദ് സദ്ദഖ്ത വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അല്ലാഹുവിന്റെ വിളിയാളമുണ്ടായി, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഒരർത്ഥത്തിൽ നീ ബലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് സൽവൃത്തരായ ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, തീർച്ചയായും ഇത് സ്പഷ്ടമായ വ്യക്തമായ പരീക്ഷണമാകുന്നു. അതെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനെ ബലിയെടുത്തില്ല, പക്ഷേ ബലിയെടുക്കുവാൻ ചരിച്ചു കിടത്തി ആ കഴുത്തിൽ കത്തിവെച്ച് ആ സമയത്ത് അല്ലാഹുവിന്റെ വിളി, അയ്യാനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, നീ നിന്റെ സ്വപ്നം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു ഉണർത്തുന്നത് തീർച്ചയായും അത് സ്പഷ്ടമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിടേണ്ടി വന്ന വലിയൊരു പരീക്ഷണമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. തൗഹീദിന്റെ മാർഗത്തിലേറ്റ ഒരുപാട് യാതനകളും വേദനകളും മറ്റൊരു ഹുത്തുബയിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിട്ട വലിയൊരു പരീക്ഷണമാണ് ഈ ഒരു കുഞ്ഞിനെ ബലിയെടുക്കാനുള്ള കൽപ്പനയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമെന്ന് ഖുർആൻ ഉണർത്തുന്നു. അവന് പകരം ബലിയർപ്പിക്കാനായി അള്ളാഹു ഒരു ബലിമൃഗത്തെ നൽകി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് ബലിയുടെ ചരിത്ര പശ്ചാത്തലമെന്ന് നമുക്കറിയാം. സഹോദരങ്ങളെ, ഭാരതീയ സംസ്കാരത്തിലും വിവിധ രൂപത്തിലുള്ള ബലി ആചരിച്ചിരുന്നു. ഇന്ത്യയിലെ പൂർവ്വകാലത്തെ ഭരണാധികാരികൾ രാജ്യവും വീരവും നേടിയെടുക്കുവാൻ വേണ്ടി മൃഗങ്ങളെ കൊന്നുകൊണ്ടുള്ള യാഗങ്ങൾ നടത്തിയിരുന്നു. യജ്ഞങ്ങളിൽ പ്രധാനമായ അശ്വമേധ യാഗത്തിനു വേണ്ടി ആന മുതൽ തേനീച്ച വരെയും പാമ്പ് മുതൽ മീൻ വരെയുമുള്ള സകലജാതി ജീവികളെയും കൊന്ന് ചോരപ്പുഴ ഒഴുക്കിയിരുന്നു. ദശരഥന്റെ അശ്വമേധ യാഗത്തിനു വേണ്ടി 300 പശുക്കളെയാണ് ഹോമിക്കപ്പെട്ടത് എന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വവും മനുഷ്യരും എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ദശരഥന്റെ അശ്വമേധ യാഗത്തിനു വേണ്ടി ഹോമിക്കപ്പെട്ടത് 300 പശുക്കളെയാണ്. ഈ പാരമ്പര്യം പറയുന്ന ആളുകളാണ് ഗോവധത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വലിയുടെ ഉദ്ദേശങ്ങളും അതിന്റെ വ്യതിരക്തതകളും സയ്യിദ് സുലൈമാൻ നദവി അദ്ദേഹത്തിന്റെ അൽ റിസാലത്തുൽ മുഹമ്മദിയ്യ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൗരാണിക സമൂഹത്തിൽ മൃഗബലിയെപ്പോലെ നരബലിയും ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ ദൈവങ്ങൾക്ക് സമർപ്പിക്കാൻ മനുഷ്യക്കുരുതിയെ നേർച്ചയാക്കിയിരുന്നു. യവനർ ബലിയർപ്പിച്ച ജന്തുക്കളുടെ രക്തം തളിക്കുകയും മാംസം ദഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ദഹിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ധൂമാസ്വാദന നിമിത്തം ദേവന്മാ പ്രസാദിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ജൂതന്മാരും ബലിമൃഗത്തിന്റെ മാംസം ഭസ്മീകരിക്കുമായിരുന്നു. എന്നാൽ ഇസ്ലാം
ആരാധന എന്ന നിലയിൽ ബലിയുടെ ഉദ്ദേശം എന്താണെന്ന് വിശദീകരിക്കുകയും നരബലി പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. ദൈവപ്രീതിക്കായി മൃഗബലി അനുവദിച്ചെങ്കിലും അവരുടെ രക്തം തളിക്കുന്നതും മാംസം ദഹിപ്പിക്കുന്നതുമെല്ലാം ഇസ്ലാം വിരോധിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ബലിയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച്, ആ ബലിയുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് സയ്യിദ് സുലൈമാൻ നബി രേഖപ്പെടുത്തിയ പ്രകാരം അജ്ഞാതകാലത്ത് ബലിയെറുത്ത ഒട്ടകത്തിന്റെ മാംസവും രക്തവും കഅബയുടെ ചുമരിൽ പതിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ മൃഗബലിയുടെ ഉദ്ദേശം മാംസമോ രക്തമോ അല്ല. ലയനാലല്ലാഹ ലഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അവരുടെ മാംസങ്ങളോ രക്തങ്ങളോ അല്ലാഹുവിങ്കൽ എത്തുന്നതേയല്ല. അതെ, ആ ബലിമൃഗങ്ങളുടെ മാംസങ്ങളോ രക്തങ്ങളോ അല്ലാഹുവിന് ആവശ്യമില്ല. എന്നാൽ നിങ്ങളുടെ ധർമ്മനിഷ്ഠയാകട്ടെ, ആ ബലിയെറുക്കുമ്പോഴുള്ള നിങ്ങളുടെ തഖ്വ, നിങ്ങളുടെ മനസ്സാന്നിധ്യം, ആ മാനസികമായ അവസ്ഥ, അതാണ് റബ്ബിങ്കലേക്ക് എത്തിച്ചേരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അഥവാ ബലിയുടെ ലക്ഷ്യം തീവ്രമായ ദൈവഭക്തിയും സൂക്ഷ്മതാബോധവുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി വരച്ചു കാണിക്കുന്നു. ഈ മഹത്തായ ത്യാഗത്തിന്റെ സ്മരണ നിലനിർത്തുവാനും സത്യവിശ്വാസികളിൽ ത്യാഗശീലം വളർത്തുവാനും വേണ്ടിയാണ് വലിയ പെരുന്നാൾ ദിവസം ഹാജിമാർ മിനയിൽ വെച്ചും അല്ലാത്തവർ നാട്ടിൽ വെച്ചും ബലികർമ്മം നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പിതാവിൻ്റെയും മകന്റെയും ത്യാഗനിർഭരമായ ജീവിതമാണ് ഉലുഹിയ്യത്ത് എന്ന കർമ്മത്തിന്റെ കാതലി എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കും അവന്റെ പ്രീതിക്കും വേണ്ടി മനുഷ്യൻ തനിക്ക് ഏറ്റവും വിലപ്പെട്ടതിനെ പോലെ ത്യാഗം ചെയ്യുവാൻ തയ്യാറാണ് എന്നതാണ് ഉലുഹിയ്യത്തിലൂടെ ഓരോ വിശ്വാസി റബ്ബിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രകടമാക്കുന്നത്. നമ്മുടെ ആവശ്യമായ പണമോ നാം വളർത്തിയെടുത്ത കാര്യവർഗമോ അള്ളാഹുവിന്റെ പ്രീതിക്ക് മുന്നിൽ നിസ്സാരമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരുന്ന ഉലുഹിയ്യത്ത് എന്ന വലിയ മഹാപുണ്യകർമ്മം. മാത്രവുമല്ല, അള്ളാഹുവിനുള്ള ആത്മാർത്ഥമായ അനുസരണവും കൂടിയാണ് ഈ കർമ്മത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസികൾ നിർവഹിക്കുന്നത്. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഭാര്യ ഹാജർ അലൈഹിസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ സ്മരണ പുതുക്കുകയും തന്റെ മകനെ ബലിയെറുക്കണമെന്ന കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമ്മുടെ ജീവിതത്തിലൂടെ ജീവിപ്പിക്കുകയാണ് സത്യത്തിൽ ബലികർമ്മത്തിലൂടെ ഓരോ വിശ്വാസിയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, ബലിയെറുക്കുന്നതിനെ വിധിയെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മറ്റൊന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഫസ്വല്ലി റബ്ബിക വൻഹർ, ആകയാൽ അല്ലാഹുവിനെ നമസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്തു കൊള്ളുക എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അത് ഫർളാണ് എന്നാണ് ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, സൂഫിയാൻ സൗരി റഹ്മഹുല്ലാഹ്, ഇബ്നു തീമിയ്യ റഹ്മഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ കാന ലഹു സഅത്തുൻ വലയുലഖി ഫലാ യഖറബന്ന മുസല്ലാന. ആരെങ്കിലും കഴിവുണ്ടായിട്ടും അവർ ഉലുഹിയ്യ അറുക്കുന്നില്ല എങ്കിൽ, ബലികർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ അവർ എൻ്റെ മുസല്ലയെ സമീപിക്കേണ്ടതില്ല എന്ന പ്രവാചകന്റെ കൽപ്പനയാണ് അവർ തെളിവായി ഉദ്ധരിക്കുന്നത്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു ഹദീസാണ് ഫർളാണ് എന്നതിന് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. എന്നാൽ ഉലുഹിയ്യത്ത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായക്കാരാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമുൽ ഹിലാല ദിൽ ഹിജ്ജ വഅറാദ അഹദുക്കും അയ്യുലഖിയ ഫൽയുംസിക് അൻ ശൈരിഹി വഅൽഫാരിഹി. മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ, ദിൽഹിജ്ജയുടെ മാസം കാണുകയും വഅറാദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഉലുഹിയ്യത്തിന് ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫൽയുംസിക് അൻ ശൈരിഹി വഅൽഫാരിഹി, അവർ അവരുടെ മുടിയും അവരുടെ നഖവും നീക്കം ചെയ്യാൻ പാടില്ല. ഉദ്ദേശിക്കുന്നവർ എന്ന പ്രയോഗം അത് നിർബന്ധമില്ല എന്ന് സൂചിപ്പിക്കുന്നു. ആരെങ്കിലും ഉലുഹിയ്യത്തിന് ഉദ്ദേശിച്ചാൽ, ഫർളാണെങ്കിൽ എല്ലാവർക്കും എന്താകും, നിർബന്ധമാണ്. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ. അതുകൊണ്ട് ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്
ഉളുഹിയ്യ സുന്നത്തായ ഒരു കർമ്മമാണ്. ബലികർമ്മം നടത്തലിന് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഏറ്റവും പ്രബലമായ സുന്നത്താണ് എന്ന് ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മഹാനായ സഹാബിമാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മഹുല്ലാ തുടങ്ങിയവരൊക്കെ ഈ ഒരു അഭിപ്രായക്കാരാണ്. ഇമാം ഷാഫി, ഇമാം ഇബ്നു മുൻദിർ, ഇസാഖ് റഹ്മഹുല്ലാ തുടങ്ങിയവരൊക്കെ പ്രബലമായ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. നിർബന്ധമാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുടെ തെളിവുകൾ അത് പ്രബലമല്ലാത്തതിനാലും പ്രബലമായാൽ തന്നെ അത് നിർബന്ധമാണെന്നതിന് വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ സുന്നത്താണ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തായാലും കഴിവുണ്ടായിട്ടും ഉദ്ഹിയ്യത്ത് ഉപേക്ഷിക്കൽ ദീനിൽ വെറുക്കപ്പെട്ട കാര്യമാണ്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ അല്ലെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം അയവിറക്കിക്കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിവുണ്ടായിട്ടും അവൻ ആ ബലിയെറുക്കുന്നില്ല എങ്കിൽ അവന് ധാർമ്മികമായി ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള യാതൊരുവിധ അർഹതയുമില്ല എന്ന് ഹദീസുകളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകനും അവിടുത്തെ സഹാബികളും ജീവിതത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ചവരായിരുന്നു. പക്ഷേ ഉളുഹിയ്യ ഫർളാണോ സുന്നത്താണോ എന്നുള്ള ചർച്ച പ്രവാചകന്റെ സഹാബത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് ശേഷം 10 വർഷം ഉളുഹിയ്യ കർമ്മം നിർവഹിച്ചതായി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ബലിയെറുക്കാൻ സാധിക്കുന്നവരായിട്ടും ബലിയെറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന ഹദീസാണ് ഇതിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയെറുക്കുകയും സമൂഹത്തെ അതിനായി പ്രേരിപ്പിക്കുകയും കൊമ്പുള്ളതും തൂവള്ള നിറമുള്ളതുമായ 2 കൂറ്റനാടുകളെ പ്രവാചകൻ സല്ലല്ലാഹു ബലി നൽകി എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ അതുപോലെ പ്രവാചകന്റെ അനുയായികളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ അങ്ങേയറ്റത്ത സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. കാലുകളിൽ ഒട്ടകം, മാട്, ആടി എന്നിങ്ങനെ ലിംഗവ്യത്യാസമില്ലാതെ അറുക്കാവുന്നതാണ്. ഒട്ടകം, പിന്നെ മാടുകൾ, പിന്നെ ആട് എന്നിങ്ങനെ അതിൻ്റെ ശ്രേഷ്ഠതയും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഉളുഹിയ്യ കർമ്മത്തിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്തുകൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹുവിന് വേണ്ടി മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിക്കും വ്യക്തിക്കും ആർക്കും വേണ്ടി ബലിയർപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം ബലിയെറുക്കുന്നതിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ തൗഹീദ് ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ഹിക്മത്ത്. 2, അള്ളാഹുവിനോടുള്ള സാമീപ്യം. 3, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കൽ. 4, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പരസ്യപ്പെടുത്തൽ. 5, അള്ളാഹുവിനോടുള്ള കീഴ്വണക്കം, അനുസരണം. 6, അള്ളാഹുവോടുള്ള ഭക്തിയും ത്യാഗ മനസ്ഥിതിയും പ്രകടമാക്കൽ. 7, ഹജ്ജിന്റെ കർമ്മങ്ങളുമായി മനസ്സിനെ ബന്ധിപ്പിക്കൽ. 8, പിശുക്കിൽ നിന്നുള്ള മോചനം. 9, സാധുക്കളെ ഭക്ഷിപ്പിക്കൽ. 10, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കൽ. ഇങ്ങനെ പണ്ഡിതന്മാർ ഉളുഹിയ്യത്തിന്റെ 10 ഹിക്മത്തുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അതോടൊപ്പം ബലിമൃഗം ഗുണത്തിലും മേന്മയിലും ഭംഗിയിലും എത്രത്തോളം നല്ലതാകുന്നുവോ അത്രത്തോളം അത് ശ്രേഷ്ഠകരമാണ്. ബലിമൃഗം ഗുണത്തിലും മേന്മയിലും ഭംഗിയിലും എത്രത്തോളം നല്ലതാകുന്നുവോ അത്രത്തോളം റബ്ബിൻ്റെ അടുക്കൽ ശ്രേഷ്ഠകരമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കഴിവതും
തടിച്ചു കൊഴുത്തതും ആരോഗ്യമുള്ളതും വൈകല്യങ്ങളില്ലാത്തതുമായ നല്ല ഇനം മൃഗമായിരിക്കണം ഉദ്ഹിയ്യത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ മൃഗങ്ങളിൽ അവയുടെ മാംസം ചുരുങ്ങുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതായ യാതൊരു വിധത്തിലുള്ള ന്യൂനതകളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബറാഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഉദ്ഹിയ്യത്ത് അറുക്കപ്പെടുന്നവയിൽ നിന്നും മാറ്റി നിർത്തേണ്ടവ ഏതൊക്കെയാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ, 4 അത് ഉദ്ഹിയ്യത്തിന് പറ്റില്ല. അൽ അർജാഉൽ ബയ്യിനത്തുൽ ഉഹാ വൽ ഔറാഉൽ ബയ്യിന ഔറഹാ വൽ മരീദത്തുൽ ബയ്യിന മർലുഹാ വൽ അജ്ഫാഉ ലത്തി ലാ തുബക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 1 പ്രകടമായ മുടന്തുള്ളവ, 2 പ്രകടമായ കണ്ണ് കേടുള്ളവ, 3 പ്രകടമായ രോഗബാധയേറ്റവ, 4 മജ്ജയും നഷ്ടപ്പെട്ട് അൽ അജ്ഫാഇ എന്ന് പറഞ്ഞ മെലിഞ്ഞത് എന്നാണ് അർത്ഥം. അജ്ഫാഇ മെലിഞ്ഞൊട്ടിയവ. ഈ 4 തരത്തിലുള്ള മൃഗങ്ങളെ ബലിയെറുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിസാരമായ ന്യൂനതകളുള്ളതാണ് എങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രോഗം പ്രകടമായവ, നടക്കാൻ പ്രയാസമുള്ളവ, ശരീരഭാഗങ്ങൾ മുറിഞ്ഞുപോയവ, കണ്ണ് പൊട്ടിയത്, കണ്ണ് തുറിച്ചു നിൽക്കുന്നത്, കാഴ്ച നഷ്ടപ്പെട്ടത്, മറ്റു മാടുകളോടൊപ്പം തീറ്റയിലും കുടിയിലും ഒപ്പമെത്താത്ത ന്യൂനതയുള്ളവ, ഇതൊക്കെ തന്നെ ഉദ്ഹിയ്യത്തിന് അനുവദനീയമല്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഉദ്ഹിയ്യത്തിൽ അനുവദനീയമായവയും അനുവദിക്കപ്പെടാത്തവയും വേർതിരിക്കുന്ന മാനദണ്ഡം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത് കാണാം. രോഗബാധിതരായതിനെ പോലെ ഇറച്ചി കുറയാൻ കാരണമാകുന്ന ന്യൂനതയുള്ളവ ഉദ്ഹിയ്യത്തിന് അനുവദനീയമല്ല. എങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും ആണെങ്കിൽ പ്രശ്നമല്ല, മറിച്ച് ആ മൃഗത്തിന് അങ്ങേയറ്റം ഇറച്ചി കുറഞ്ഞു പോകും നമുക്കറിയുന്നുവെങ്കിൽ അതിനെ വാങ്ങിക്കരുത്, ഉദ്ഹിയ്യത്തിന് യോജിക്കുന്നതല്ല, അറുക്കാൻ പാടില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി വിശദീകരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചകന്റെ വചനങ്ങൾ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള എല്ലാ അർത്ഥത്തിലും പറ്റിയ ഉദ്ഹിയ്യ മൃഗത്തെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ആ സമയത്തല്ല നമ്മൾ ഓടേണ്ടത്, മറിച്ച് ഇനി നമുക്കറിയാം ഏകദേശം 1 മാസം കൂടെ മുമ്പിലുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഏറ്റവും നമുക്ക് പറ്റിയ നല്ല മുന്തിയ തരം ഉദ്ഹിയ്യ മൃഗത്തെ തന്നെ തപ്പിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. ഇൻഷാ അല്ലാഹ് എല്ലാ വർഷത്തിലും പോലെ തന്നെ നമ്മുടെ ഉദ്ഹിയ്യ സംഘടിത ഉദ്ഹിയ്യ കർമ്മം നമ്മുടെ പള്ളിയുടെ പള്ളിയുടെ കീഴിൽ ഈ വർഷം ഇൻഷാ അല്ലാഹ് നടക്കും. ഒരാളുടെ ഓഹരി ഉദ്ഹിയ്യ ഷെയർ വിഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ആളുകൾ ഷെയർ നൽകി തങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്നാണ് പലരും ആലോചിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ആർക്കാണ് ഷെയർ? പറ്റാത്ത ആളുകൾക്കുള്ളത്. ഒരാൾക്ക് ഒരു ബലിമൃഗത്തെ വാങ്ങി നൽകാനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾ ഷെയർ കൊടുത്താൽ എങ്ങനെ അത് അനുവദനീയമാകും? ഒരാൾക്ക് അള്ളാഹു സാമ്പത്തികമായി ഒരു ഉരുവിനെ വാങ്ങി നൽകാൻ കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഉരുവിനെ തന്നെ വാങ്ങി നൽകണം. ഇനി ഒരാൾക്ക് അതിനുള്ള കഴിവില്ല, ഒരാളെ കൂടെ കൂട്ടിപ്പിടിച്ച് 2 ആളുകൾ കൂടിയാണോ ഒരു ഉരുവിന് വാങ്ങാൻ കഴിയുന്നത് എങ്കിൽ 2 ആളുകൾ കൂടി ഒരു ഉരുവിന് വാങ്ങി നൽകണം. അങ്ങനെ 3 ആളുകൾ കൂടിയാണോ? അങ്ങനെ അവസാനം സാമ്പത്തികമായി ഒരു 7-ൽ ഒരു പങ്കാളിയാകാനുള്ള സാമ്പത്തികമായ അവസ്ഥ മാത്രമേ എനിക്കുള്ളുവെങ്കിൽ മാത്രം എനിക്ക് ആ 7-ൽ എന്ത് ചെയ്യാം? പങ്കാളിയാകാം. അങ്ങനെ 7 പേര് കൂടി ഒരു ഉരുവിനെ വാങ്ങുക. അല്ല നേർക്ക് തുടക്കം തന്നെ ഷെയർ, അങ്ങനെയല്ല. കഴിവുള്ളവരൊക്കെ ഷെയർ നൽകി തങ്ങളുടെ ഉരു വാങ്ങുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിനുള്ള ന്യായീകരണം കണ്ടെത്തുക, അത് ശരിയല്ല. മറിച്ച് ഉരുവിനെ തന്നെ വാങ്ങി നൽകുക. കഴിവുള്ള ആളുകൾ, അല്ലാത്ത ആളുകൾ മാത്രം ഈ ഷെയറിൽ പങ്കാളികളാകുക. ഒരു ഷെയർ വീതം 8000 രൂപയാണ്, 8000 रुपया. ഒരാളുടെ एक आदमी के लिए 8000 रुपया. അപ്പോൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നേരത്തെ തന്നെ ഒതുകിയ ആ ഷെയർ
നൽകാൻ കഴിയുന്ന ആളുകൾ നൽകിയാൽ മാത്രമേ നമുക്ക് ആ പറ്റിയ രൂപത്തിലുള്ള ആ മൃഗത്തെ കണ്ടുപിടിക്കാനും അതിന് അഡ്വാൻസ് നൽകാനും വാങ്ങിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ഷെയർ വീതം നൽകി, വാങ്ങിക്കാൻ കഴിയുന്ന ആളുകൾ നേരത്തെ തന്നെ ഉദുഹിയ മൃഗത്തെ വാങ്ങിച്ച് നിർത്തി അതിന് വെള്ളവും അല്ലെങ്കിൽ അതിനെ പരിപാലിച്ച് കുറേ ദിവസം വീട്ടിലത്തേക്ക് വളർത്തി അവസാനം ആ ഉദുഹിയ കർമ്മം നിർവഹിക്കുമ്പോൾ അപ്പോഴാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ ഹദീസും പഠിപ്പിക്കുന്ന വിവരത്തിലുള്ള ആ ഒരു ഉദുഹിയ കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മാർത്ഥയും മനസാന്നിധ്യവും ആ രൂപത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم.